ശ്രീ എം വിൻസെന്റ്. സർ, അങ്ങവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഔട്ട് ഓഫ് പോർട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകാത്തതിന് കാരണം കഴിഞ്ഞ 10 വർഷമായിട്ടും റെയിൽ കണക്ടിവിറ്റി ആരംഭിക്കാൻ കഴിയാത്തതും റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കാൻ കഴിയാത്തതുമാണ്. സർ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം റെയിൽ കണക്ടിവിറ്റി അണ്ടർഗ്രൗണ്ട് ടണലിലൂടെയാണ് റെയിൽ കണക്ടിവിറ്റിക്ക് ഇപ്പോഴത്തെ സർക്കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉപരിതല റെയിൽവേ ആണ് അന്ന് ഡിസൈൻ ചെയ്തത്. സാറ്, ഈ ടണലിലൂടെയുള്ള റെയിൽപാത നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ 2 വശങ്ങളിലും നോൺ ഡെവലപ്മെൻറ്റ് സോൺ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഭൂവുടമകൾക്ക് യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. മാത്രവുമല്ല, ഇതിൻ്റെ അലൈൻമെൻറ്റിനെ കുറിച്ച് പ്രാദേശികവാസികൾക്ക് ശക്തമായ എതിർപ്പുമുണ്ട്. മറ്റൊരു കാര്യം, 2ാം ഘട്ട വികസനം വരുമ്പോൾ അവിടുത്തെ ടൂറിസവും ആ പ്രദേശത്തെ മത്സ്യബന്ധനവും തടസ്സപ്പെടുന്ന രീതിയിലുള്ള ആശങ്കകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് ആ ബന്ധപ്പെട്ട ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരുമായും ടൂറിസം മേഖലയുമായും എല്ലാം ചർച്ച ചെയ്ത് റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും 2ാം ഘട്ട വികസനത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുമോ? ശരി, തീർച്ചയായും ബഹുമാനപ്പെട്ട കോവളാംഗം ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം, എന്തെങ്കിലും റെയിൽ കണക്ടിവിറ്റി നമുക്ക് നിർബന്ധമായി ഉണ്ടാകണം, റോഡ് കണക്ടിവിറ്റി ഉണ്ടാകണം, പോർട്ടുമായി ബന്ധപ്പെട്ട വികസനം ഉണ്ടാകണം. അതിന് അത്തരം വികസന സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് ശ്രദ്ധിക്കും. പിന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പരാതി ഈ പോർട്ട് തുടങ്ങിയ കാലം മുതൽ ആ ബന്ധപ്പെട്ട പരാതികൾ ഉള്ളതാണ്. സാർ, അത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ ഗവൺമെൻറ് സഹായിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഒരു പോർട്ട് വന്നതുകൊണ്ട് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മുട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിക്ക് തകരാറുണ്ടാകുകയോ ചെയ്യുന്ന ഒരു നടപടിക്കും ഉണ്ടാകില്ല. അത് പരിഹരിക്കാൻ അത്തരം ആളുകളുമായി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കൂടിയാലോചനകൾ ഗവൺമെൻറ് നടത്തും.